സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിൽ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 96 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. 1. ലൂക്ക 18-ാം അധ്യായം ആരംഭിക്കുന്നത് ഏത് ശീർഷകത്തോടെ? ഉത്തരം: ന്യായാധിപനും വിധവയും. 2. ലൂക്ക 18-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളാണുള്ളത്? ഉത്തരം: 6. 3. ലൂക്ക 18-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 43. 4. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു പറഞ്ഞ ഉപമ ഏത്? ഉത്തരം: ന്യായാധിപനും വിധവയും. 5. ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ യേശു പറഞ്ഞത് ആരോട്? ഉത്തരം: ശിഷ്യരോട്. 6. ലൂക്ക 18:2 ന്യായാധിപൻ എങ്ങനെയുള്ള ആളായിരുന്നു? ഉത്തരം: ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്തവൻ. 7. എവിടെയുണ്ടായിരുന്ന ന്യായാധിപനെ പറ്റിയാണ് പറയുന്നത്? ഉത്തരം: ഒരു പട്ടണത്തിൽ. 8. ആർക്കെതിരെ നീതി നടത്തി തരണമെന്നാണ് വിധവ അപേക്ഷിച്ചത്? ഉത്തരം: എതിരാളിക്കെതിരെ. 9. എനിക്ക് നീതി നടത്തി തരണമേ എന്ന് ആരോട് അപേക്ഷിക്കുമായിരുന്നു? ഉത്തരം: വിധവ നീതിരഹിതനായ ന്യായാധിപനോട്. 10. വിധവയുടെ അപേക്ഷ എത്ര നാൾ ന്യായാധിപൻ ഗൗനിച്ചില്ല? ഉത്തരം: കുറെ നാളത്തേക്ക്. 11. ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പിന്നീട് ചിന്തിച്ചത് ആര്? ഉത്തരം: ന്യായാധിപൻ. 12. ന്യായാധിപൻ വിധവയ്ക്ക് നീതി നടത്തി കൊടുത്തത് എന്തുകൊണ്ട്? ഉത്തരം: വിധവ ശല്യപ്പെടുത്തുന്നത് കൊണ്ട്. 13. നീതി നടത്തി കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ന്യായാധിപൻ ചിന്തിച്ചത്? ഉത്തരം: വിധവ കൂടെ വന്ന് തന്നെ അസഹ്യപ്പെടുത്തും. 14. ആരു പറഞ്ഞത് ശ്രദ്ധിക്കാൻ എന്നാണ് കർത്താവ് 18:6 പറയുന്നത്? ഉത്തരം: നീതിരഹിതനായ ന്യായാധിപൻ. 15. ന്യായാധിപനെ നീതിരഹിതനെന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം: കർത്താവ്. 16. രാവും പകലും ദൈവത്തെ വിളിച്ചു കരയുന്നത് ആര്? ഉത്തരം: തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ. 17. അവിടുന്ന് എന്തിന് കാലവിളംബം വരുത്തുമോ എന്നാണ് യേശു ചോദിക്കുന്നത്? ഉത്തരം: തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാൻ. 18. അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും ആരോട് പറഞ്ഞു? ഉത്തരം: യേശു ശിഷ്യരോട്. 19. എങ്കിലും ആര് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഉത്തരം: മനുഷ്യപുത്രൻ. 20. ലൂക്ക 18-ാം അധ്യായത്തിലെ 2-ാം ശീർഷകമെന്ത്? ഉത്തരം: ഫരിസേയനും ചുങ്കക്കാരനും. 21. തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നതാര്? ഉത്തരം: തങ്ങൾ നീതിമാന്മാരാണെന്ന് എന്ന ധാരണയിൽ കഴിയുന്നവർ. 22. ഫരിസേയനും ചുങ്കക്കാരനും എന്ന ഉപമ യേശു ആരോട് പറഞ്ഞു? ഉത്തരം: തങ്ങൾ നീതിമാന്മാരാണെന്ന് എന്ന ധാരണയിൽ മറ്റുള്ളവരെ പുച്ഛിക്കുന്നവരോട്. 23. പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയത് എത്ര പേർ? ഉത്തരം: 2 പേർ. 24. പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയ 2 പേർ ആരൊക്കെ? ഉത്തരം: ഒരു ഫരിസേയനും ഒരു ചുങ്കക്കാരനും. 25. ദേവാലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് ആര്? ഉത്തരം: ഫരിസേയൻ. 26. ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങിയത് ആര്? ഉത്തരം: ഫരിസേയൻ. 27. താൻ ആരെപ്പോലെയൊക്കെയല്ല എന്നാണ് ഫരിസേയൻ പ്രാർത്ഥനയിൽ പറഞ്ഞത്? ഉത്തരം: അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ചുങ്കക്കാരനെ പോലെയോ. 28. ഫരിസേയൻ ആഴ്ചയിൽ 2 പ്രാവശ്യം എന്തു ചെയ്യുന്നു? ഉത്തരം: ഉപവസിക്കുന്നു. 29. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ഡാഷ് കൊടുക്കുന്നു. 18:12 കാണുന്നത് പോലെ പൂരിപ്പിക്കുക. ഉത്തരം: ദശാംശം. 30. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് എവിടെ നിന്ന്?
ഉത്തരം ദൂരെ നിന്ന്. 31 ചുങ്കക്കാരൻ എവിടേക്ക് കണ്ണുകൾ ഉയർത്താൻ ധൈര്യപ്പെട്ടില്ല? ഉത്തരം സ്വർഗത്തിലേക്ക്. 32 മാറത്തടിച്ചുകൊണ്ട് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് എന്ത്? ഉത്തരം ദൈവമേ, പാപിയായി എന്നിൽ കനിയണമേ. 33 ചുങ്കക്കാരൻ വീട്ടിലേക്ക് മടങ്ങിയത് എപ്രകാരം? ഉത്തരം ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി. 34 ചുങ്കക്കാരൻ നീതീകരിക്കപ്പെടാൻ കാരണം? ഉത്തരം തന്നെ തന്നെ താഴ്ത്തിയതുകൊണ്ട്. 35 തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അധ്യായം, വാക്യം. ഉത്തരം ലൂക്ക 18:14. 36 ലൂക്ക 18 അധ്യായത്തിലെ 3 ശീർഷകം എന്ത്? ഉത്തരം ശിശുക്കളെ ആശീർവദിക്കുന്നു. 37 ശിശുക്കളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് എന്തിന്? ഉത്തരം അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന്. 38 ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നവരെ ശകാരിച്ചത് ആര്? ഉത്തരം അവൻ്റെ ശിഷ്യന്മാർ. 39 ശിഷ്യന്മാർ അവരെ തടഞ്ഞപ്പോൾ യേശു എന്തു ചെയ്തു? ഉത്തരം അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. 40 ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു തൻ്റെ ശിഷ്യന്മാരോട്. 41 ദൈവരാജ്യം ആരെ പോലെ ഉള്ളവരുടേതാണ്? ഉത്തരം ശിശുക്കളെ പോലെയുള്ളവരുടെ. 42 ആരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തത്? ഉത്തരം ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും. 43 ലൂക്ക 18:17 ദൈവരാജ്യ പ്രവേശനത്തെ പറ്റി യേശു പറയുന്നത് എങ്ങനെ? ഉത്തരം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 44 ലൂക്ക 18 അധ്യായത്തിലെ 4 ശീർഷകമെന്ത്? ഉത്തരം ധനികനായ മനുഷ്യൻ. 45 നല്ലവനായ ഗുരു എന്ന് യേശുവിനെ വിളിച്ചത് ആര്? ഉത്തരം ഒരു അധികാരി. 46 ഒരധികാരി യേശുവിനോട് ചോദിച്ചത് എന്ത്? ഉത്തരം നിത്യജീവൻ അവകാശമാകാൻ ഞാൻ എന്തു ചെയ്യണം? 47 എന്തുകൊണ്ടാണ് നീ നല്ലവൻ എന്ന് എന്നെ വിളിക്കുന്നത്? ആര് ആരോട് ചോദിച്ചു? ഉത്തരം യേശു അധികാരിയോട്. 48 ആര് മാത്രമാണ് നല്ലവൻ? ഉത്തരം ദൈവം. 49 പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ, ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു അധികാരിയോട്. 50 എത്ര പ്രമാണങ്ങൾ യേശു അധികാരിയോട് ഉദ്ധരിച്ചു? ഉത്തരം 5. 51 യേശു അധികാരിയോട് ഉദ്ധരിച്ച 5 പ്രമാണങ്ങൾ ഏവ? ഉത്തരം വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. 52 ലൂക്ക 18:20 പറയുന്ന പ്രമാണങ്ങൾ ബൈബിളിലെ മറ്റെവിടെ? ഉത്തരം പുറപ്പാട് 20:12-16, നിയമാവർത്തനം 5:16-20, റോമ 13:9. 53 ചെറുപ്പം മുതലേ എന്ത് പാലിച്ചിട്ടുണ്ടെന്നാണ് അധികാരി പറഞ്ഞത്? ഉത്തരം പ്രമാണങ്ങൾ. 54 പ്രമാണങ്ങളെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞതെന്ത്? ഉത്തരം ഇനിയും നിനക്കൊരു കുറവുണ്ട്. 55 സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുന്നത് എപ്പോൾ? ഉത്തരം നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ. 56 ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത ശേഷം എന്തു ചെയ്യാനാണ് യേശു അവനോട് പറഞ്ഞത്? ഉത്തരം അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. 57 നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ അധികാരി വ്യസനിച്ചു. കാരണം? ഉത്തരം അവൻ വലിയ ധനികനായിരുന്നു. 58 ധനികനായ അധികാരിയെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞതെന്ത്? ഉത്തരം സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. 59 ആര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരം? ഉത്തരം സമ്പത്തുള്ളവൻ. 60 ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പമെന്ത്? ഉത്തരം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത്. 61 അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? ഇങ്ങനെ ചോദിച്ചത് ആര്? ഉത്തരം ഇത് കേട്ടവർ.
62. അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും എന്ന ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത്? ഉത്തരം: മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. 63. മനുഷ്യർ എപ്രകാരം ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്നാണ് പത്രോസ് പറഞ്ഞത്? ഉത്തരം: സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച്. 64. സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചതാര്? ഉത്തരം: പത്രോസും ശിഷ്യന്മാരും. 65. ദൈവരാജ്യത്തിനു വേണ്ടി എന്തെല്ലാം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ലൂക്ക 18:29 പറയുന്നത്? ഉത്തരം: വീട്, ഭാര്യ, സഹോദരന്മാർ, മാതാപിതാക്കൾ, സന്താനങ്ങൾ. 66. ദൈവരാജ്യത്തിനു വേണ്ടി സമ്പത്തും സ്വന്തം ബന്ധങ്ങളും ഉപേക്ഷിച്ചവർക്ക് വാഗ്ദാനം നൽകുമ്പോൾ പറയുന്നതെങ്ങനെ? ഉത്തരം: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 67. ദൈവരാജ്യത്തിനു വേണ്ടി സർവവും ഉപേക്ഷിച്ചവർക്ക് അനേകം മടങ്ങ് ലഭിക്കുന്നത് എപ്പോൾ? ഉത്തരം: ഇക്കാലത്ത് തന്നെ. 68. വരാനിരിക്കുന്ന കാലത്ത് അവർക്ക് എന്ത് ലഭിക്കും? ഉത്തരം: നിത്യജീവൻ. 69. ലൂക്ക 18-ാം അധ്യായത്തിലെ 5-ാം ശീർഷകം എന്ത്? ഉത്തരം: പീഡാനുഭവവും ഉദ്ധാനവും 3-ാം പ്രവചനം. 70. പീഡാനുഭവ ഉദ്ധാന 3-ാം പ്രവചനം യേശു ആരോട് പറഞ്ഞു? ഉത്തരം: 12 പേരെയും അടുത്തു വിളിച്ച്. 71. നമ്മൾ എവിടേക്ക് പോകുന്നു എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: ജെറുസലേമിലേക്ക്. 72. മനുഷ്യപുത്രനെ പറ്റി ആര് വഴി എഴുതിയത് പൂർത്തിയാകും? ഉത്തരം: പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം. 73. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും. ആര്? എപ്പോൾ? ഉത്തരം: വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടുമ്പോൾ. 74. അവർ അവനെ പ്രഹരിക്കുകയും ഡാഷ് ചെയ്യും. പൂരിപ്പിക്കുക. ഉത്തരം: വധിക്കുകയും. 75. എന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: 3-ാം ദിവസം. 76. ഇക്കാര്യങ്ങൾ അവർ ഗ്രഹിച്ചില്ല. കാരണം? ഉത്തരം: അതിൻ്റെ പൊരുൾ അവരിൽ നിന്ന് മായ്ക്കപ്പെട്ടിരുന്നു. അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല. ആര്? ഉത്തരം: 12 പേരും. 78. അന്ധനു കാഴ്ച നൽകുന്നു എന്നത് ലൂക്ക 18-ാം അധ്യായത്തിലെ എത്രാമത്തെ ശീർഷകം? ഉത്തരം: 6-ാമത്തെ. 79. യേശു എവിടേക്ക് പോകുമ്പോഴാണ് ജെറീക്കോയെ സമീപിച്ചത്? ഉത്തരം: ജെറുസലേമിലേക്ക്. 80. വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നത് ആര്? ഉത്തരം: ഒരു കുരുടൻ. 81. ആര് കടന്നു പോകുന്ന ശബ്ദം കേട്ടാണ് കുരുടൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ചത്? ഉത്തരം: ജനക്കൂട്ടം. 82. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ചത് ആര്? ഉത്തരം: വഴിയരികിലിരുന്ന കുരുടൻ. 83. ആര് കടന്നു പോകുന്നു എന്നാണ് ജനക്കൂട്ടം പറഞ്ഞത്? ഉത്തരം: നസറായനായ യേശു. 84. യേശു കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ കുരുടൻ എന്തു ചെയ്തു? ഉത്തരം: ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞു. 85. ലൂക്ക 18:38 കുരുടൻ യേശുവിനെ വിളിച്ചത് എന്ത്? ഉത്തരം: ദാവീദിന്റെ പുത്രനായ യേശുവേ എന്ന്. 86. നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചത് ആര്? ഉത്തരം: മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ. 87. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ ശകാരിച്ചപ്പോൾ കുരുടൻ എന്തു ചെയ്തു? ഉത്തരം: കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു. 88. കുരുടന്റെ നിലവിളി കേട്ട യേശു എന്തു ചെയ്തു? ഉത്തരം: യേശു അവിടെ നിന്നു. 89. കുരുടന്റെ നിലവിളി കേട്ട യേശു ജനക്കൂട്ടത്തോട് കൽപ്പിച്ചത് എന്ത്? ഉത്തരം: അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ. 90. കുരുടൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചത് എന്ത്? ഉത്തരം: ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? 91. യേശുവിൻ്റെ ചോദ്യത്തിന് കുരുടൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം: കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. 92. കുരുടൻ യേശുവിനെ എങ്ങനെയെല്ലാമാണ് വിളിച്ചത്? ഉത്തരം: ദാവീദിന്റെ പുത്രനായ യേശുവേ, കർത്താവേ.
93 കുരുടന് കാഴ്ച നൽകുമ്പോൾ യേശു പറഞ്ഞതെന്ത്? ഉത്തരം: നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 94 ജെറിക്കോയിലെ കുരുടന് കാഴ്ച ലഭിച്ചത് എപ്പോൾ? ഉത്തരം: നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ എന്ന് യേശു പറഞ്ഞ ക്ഷണം. 95 ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയതാര്? ഉത്തരം: കാഴ്ച വീണ്ടു കിട്ടിയ യാചകൻ. 96 കുരുടന് കാഴ്ച വീണ്ടു കിട്ടിയത് കണ്ട് ജനക്കൂട്ടം എന്ത് ചെയ്തു? ഉത്തരം: എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. സ്നേഹമുള്ളവരെ, ഈ ഒരു വീഡിയോയിൽ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 96 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത്. ചോദ്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി കേൾക്കുക, മനഃപ്പാഠമാക്കുക. ലോഗോസ് ക്വിസിൻ്റെ മറ്റ് പാഠഭാഗങ്ങളുടെ ചോദ്യോത്തരങ്ങൾക്കായി ലോഗോസ് ക്വിസ് മാസ്റ്റർ എന്ന ചാനലിലെ മറ്റ് വീഡിയോകൾ കാണാവുന്നതാണ്. ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് നല്ല വിജയം നേടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.